എല്ലാ കൂട്ടുകാർക്കും എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ചാരിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചത്. സോഷ്യൽ വർക്കർ, അതായത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എങ്ങനെ ചാരിറ്റിയെ കാണണം എന്നാണ് നമ്മളതിൽ ചിന്തിച്ചത്. അവിടെ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബസവേശ്വരനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 12ാം നൂറ്റാണ്ടിൽ ജാതിചിന്ത ഇത്രത്തോളം കൊടികുത്തുവാണ് ഒരു കാലഘട്ടം. ഉച്ചനീചത്വങ്ങള് അതിൻ്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു സോഷ്യൽ റിഫോർമർ ആയി ബസവേശ്വരൻ എങ്ങനെ കടന്നു വന്നു എന്ന് ഇന്ന് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരും ആ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരും പഠിച്ചിരിക്കേണ്ട പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കും. കാരണം ഒരു സോഷ്യൽ വർക്കർ ഏത് കാലഘട്ടത്തിലായാലും സുഗമമായ ഒരു പാതയിലൂടെയല്ല അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ബസവേശ്വരനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. 1134 മെയ് 3 കർണാടകത്തിലെ ബീജാപൂർ ജില്ലയിലെ ബാഗേവാടി എന്ന് പറയുന്ന ഗ്രാമത്തില് ഒരു പ്രമുഖ ബ്രാഹ്മണ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. മദരസ എന്ന് പറയുന്ന ബ്രാഹ്മണ പുരോഹിതന്റെയും മദലംബിക എന്ന് പറയുന്ന ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ സ്ത്രീയുടെയും മകനായിട്ടാണ് ബസവണ്ണ എന്ന ബസവേശ്വരൻ ജനിച്ചത്. 8ാം വയസ്സിൽ പൂണൂൽ ചടങ്ങുകൾ, അതായത് ഉപനയനം നടത്തുകയാണ്. ആ ഉപനയനം നടത്തി കഴിഞ്ഞപ്പോഴാണ് 8 വയസ്സുകാരനായ ബസവണ്ണ ഒരു കാര്യം മനസ്സിലാക്കുന്നത്: തൻ്റെ സഹോദരിമാരാരും ഉപനയനം നടത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് സ്ത്രീകൾക്ക് ഉപനയനം വിധിച്ചിട്ടില്ല എന്നാണ്. അപ്പോ തൻ്റെ സഹോദരിമാർക്ക് നിഷേധിക്കപ്പെട്ട ഉപനയന ചടങ്ങുകൾ തനിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് യാഥാസ്ഥികതയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീ സമത്വത്തിനായി ആദ്യമായി ശബ്ദമുയർത്തിയത് ഒരുപക്ഷെ ശ്രീ ബസവേശ്വരനായിരിക്കാം. അവിടെ നിന്ന് മുഖ്യപുരോഹിതനായ പിതാവിന് അഗ്രഹാരത്തിൽ ഉണ്ടാകുന്ന അവജ്ഞ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിയെ കുടല സംഗമത്തിലേക്ക് തൻ്റെ മൂത്ത മകളുടെ സമീപത്തേക്ക് വിടുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നുകൂടുന്നത്. താൻ ജനിച്ച ഗ്രാമത്തില് പൂണൂൽധാരികളായ ആൾക്കാർ സുഖജീവിതം നയിക്കുമ്പോൾ പൂണൂൽധാരികളല്ലാത്ത ഒരു വിഭാഗം ജനത പകലന്തിയോളം പണിയെടുക്കുകയും അന്നുള്ള അന്നത്തിന് പോലും വകയില്ലാത്ത ഒരു അവസ്ഥ കൊച്ചു ബാലൻ കാണുകയും ആ കൂരകളിലേക്ക് കടന്നു ചെന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനും തൻ്റെ അവരോടൊപ്പം കളിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും തയ്യാറായ ബസവണ്ണയെ ബ്രാഹ്മണ സമൂഹത്തിന് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അവിടെ നിന്നാണ് ശ്രീ ബസവണ്ണ, അതായത് നമ്മുടെ ബസവേശ്വരൻ, കുടല സംഗമത്തിലേക്ക് പോകുന്നതും അവിടെ ചെന്നും ജാതീയ ചിന്തകൾക്കെതിരെ പോരാടുക എന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. ഇവിടെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആത്മീയതയും ഭൗതികതയും കൂട്ടിയിണക്കുകയായിരുന്നു. നമുക്കറിയാം കാരൽ മാർക്സ് ചെയ്തത് ഭൗതികതയെ ആണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. അന്ന് ഭാരതത്തിന്റെ ഒരു ചിത്രം വെച്ച്, ഭാരതത്തിന്റെ ഒരു ചരിത്രം വെച്ച് ആത്മീയതയെ കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ശ്രീ ബസവേശ്വരൻ തൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്.
ഇദ്ദേഹം ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിനെ സ്വയം ആരാധന ചെയ്യുവാൻ പഠിപ്പിക്കുകയും അവരെ അതിലൂടെ ഒരു കർമ്മപദത്തിലേക്ക് കൊണ്ടുവരികയും ജാതി ചിന്തയെ തുടച്ചു മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എല്ലാവരും എന്തെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെടണമെന്നും എല്ലാ തൊഴിലുകൾക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്നും പഠിപ്പിച്ചുകൊണ്ട് ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം സേവന പ്രവർത്തനങ്ങൾക്കായി നീക്കി വെക്കണമെന്നും ശ്രീ ബസവേശ്വരൻ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. ഇത് കായക ദശോഹ എന്ന സമ്പ്രദായം. ഇങ്ങനെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, തുല്യനീതി ഇതിനു വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്ത ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ് ശ്രീ ബസവേശ്വരൻ. അതിനായി അദ്ദേഹം സ്ഥാപിച്ചതാണ് അനുഭവ മണ്ഡപം. ഇത് ലോകത്തിലെ ആദ്യത്തെ ജനകീയ പാർലമെന്റ് എന്ന് തന്നെ പറയാം. കാരണം എല്ലാ വിഭാഗം ജനങ്ങളെയും, അത് ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന യാതൊരു വിധ ഉച്ചനീചത്വങ്ങളെയും പരിഗണിക്കാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് ചർച്ചകളും ആ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങളെ നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. ഈ അനുഭവ മണ്ഡപത്തിന്റെ പുതിയ പരിഷ്കരണമാണ് നമ്മുടെ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള ഗ്രാമസഭകൾ. അത്തരം കുറെ കാര്യങ്ങൾ കൊണ്ടുവരികയും കായിക ദശോഹ എന്ന് പറയുന്ന, അതായത് അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഉദ്ഘോഷിക്കുകയും അതോടൊപ്പം തന്നെ അനുഭവ മണ്ഡപം തുറന്ന ചർച്ചയ്ക്ക് വേദി ഒരുക്കിക്കൊണ്ട് ഒരു വലിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഈ ചലനം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബസവേശ്വരൻ കർണാടകയിൽ തുടങ്ങി വച്ച പ്രവർത്തനങ്ങളെ ഇങ്ങ് കേരളത്തിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. പാർശ്വവൽകൃത ജനസമൂഹത്തിനായി ഒട്ടേറെ ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കുവാൻ ബസവേശ്വരന്റെ അനുയായികൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്കത് കാണാൻ സാധിക്കും, അത്തരം പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രമുഖ വ്യക്തിയാണ് മറ്റത്ത് വിശ്വനാഥ ഗുരുക്കൾ. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ്, അരുവപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കൊപ്പം ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നതിന് പ്രചോദനം നൽകിയ വ്യക്തിയാണ് മറ്റത്ത് വിശ്വനാഥ ഗുരുക്കൾ. ഇദ്ദേഹവും ഈ ഒരു ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കുന്നതിന് ഡൽഹിയിലെ സാഹിത്യ അക്കാദമി പുസ്തകം ബസവേശ്വരനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ PDF നമുക്ക് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അത് അയച്ചു തരുന്നതാണ്. അത്തരമൊരു പഠന പ്രക്രിയയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു നല്ല സോഷ്യൽ വർക്കറായി, അതായത് ഒരു സോഷ്യൽ റിഫോർമറായി മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.